കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ഐക്യത്തോടെ കോൺഗ്രസ് മുന്നോട്ടു പോയില്ലെങ്കിൽ നമുക്ക് സ്വന്തം വഴി നോക്കേണ്ടി വരുമെന്ന് ഇന്ന് മലപ്പുറത്ത് നടന്ന യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വഖഫ് ഭേദഗതിക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിനിറങ്ങാനും ലീഗ് തീരുമാനിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയ്ക്ക് പിന്നാലെ തരൂർ വിവാദം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിവാദങ്ങളിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിനെതിരെ അനൈക്യം ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് ഇന്ന് മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമെങ്കിൽ ലീഗ് നേതൃത്വം ഇടപെടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ വഴി നോക്കേണ്ടി വരുമെന്നും പല നേതാക്കളും പറഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറി PM.S. സലാമിന്റെ പ്രതികരണത്തിലും അതൃപ്തി പ്രകടമായി. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDF നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. എന്നാൽ തരൂർ വിഷയത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനത്തിന് നേതാക്കൾ മുതിർന്നില്ല. അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു, അതിന്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു. അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി നീക്കവുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്താനും ലീഗ് തീരുമാനിച്ചു. 7-ാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ വേദിയുടെ യോഗം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകളുടെ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളൊക്കെയായി ആലോചിച്ച് വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ 3 ടേം നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധകമാക്കണമെന്ന വിഷയം ഇന്ന് യോഗം ചർച്ചയ്ക്കെടുത്തില്ല. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 മലപ്പുറം.